നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. PSG ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക. ഈ കരാർ പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ഈ കോൺട്രാക്റ്റ് പൂർത്തിയായതിനു ശേഷം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാനാണ് കിലിയൻ എംബപ്പ തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യം ഒഫീഷ്യൽ ആയിക്കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSG-ക്ക് ഒരു മികച്ച പകരക്കാരനെ ആവശ്യമുണ്ട്. ഒരുപാട് പേരുകൾ ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. വിനീഷ്യസ് ജൂനിയർ, മുഹമ്മദ് സല, അതുപോലെ തന്നെ റഫേൽ ലിയാവോ എന്നിവരൊക്കെ നേരത്തെ PSG പരിഗണിച്ചിരുന്നു. എന്നാൽ ഇതിനൊക്കെ പുറമെ ബാഴ്സലോണയുടെ യുവ പ്രതിഭയായ ലാമിനെ യമാലിൽ PSG-ക്ക് വലിയ താല്പര്യമുണ്ട്. യമാലിന് വേണ്ടി ഓഫറുകൾ ലഭിച്ചിരുന്നുവെന്ന് FC ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോൻ ലാപ്പോർട്ട നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ PSG ഒഫീഷ്യൽ ആയിക്കൊണ്ട് ഇതുവരെ ഓഫറുകൾ ഒന്നും നൽകിയിരുന്നില്ല. പക്ഷെ അത് നൽകാൻ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എംബപ്പയുടെ സ്ഥാനത്തേക്ക് ലാമിനെ യമാലിനെ വേണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് PSG ഉള്ളത്. അതുകൊണ്ട് തന്നെ 200 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ആയിരിക്കും താരത്തിന് വേണ്ടി PSG ഇപ്പോൾ ബാഴ്സലോണക്ക് നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലെ പാരീസിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട തടസ്സം എന്തെന്നാൽ ബാഴ്സ അദ്ദേഹത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ബാഴ്സയുടെ പ്രസിഡന്റായ ലാപ്പോർട്ട നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. എന്നിരുന്നാലും താരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്താൻ തന്നെയാണ് PSG തീരുമാനം. കേവലം 16 വയസ്സുള്ള ലാമിനെ യമാൽ സമീപകാലത്ത് തകർപ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഒരു ഭാവി ഐക്കൺ ആയിക്കൊണ്ടാണ് ഇപ്പോൾ FC ബാഴ്സലോണ ഈ ഒരു വണ്ടർ കിഡിനെ പരിഗണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.